ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ ബോഡി ഷെയ്മിംഗ് പരാമർശത്തെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ ബോഡി ഷെയ്മിംഗ് പരാമർശത്തെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ഏതു സംസ്ഥാനത്തെത്തിയാലും സ്വഭാവം പണ്ടത്തെ തന്നെ എന്നാണ് റിജിൽ മാക്കുറ്റി മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തെക്കുറിച്ച് വിമർശിച്ചത്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ ആളുകളെ ആക്ഷേപിക്കലും പരിഹസിക്കലും അപമാനിക്കലും തെറിവറയിലാണ്. പരനാറി എന്ന് പറയുന്ന ഒരു വേർഡ് ഒരു എംപിക്കെതിരായി ഒരു സ്ഥാനാർത്ഥിക്കെതിരായി പരസ്യമായി വിളിച്ച ഒരാളാണ് പിണറായി വിജയൻ. നികഷ്ടജീവി എന്ന് ഒരു ബിഷപ്പിനെ വിളിച്ച് ആക്ഷേപിച്ച ആളാണ് പിണറായി വിജയൻ. എടോ ഗോപാലകൃഷ്ണ നിന്നെ വെള്ളം ഉദപ്പിക്കുമെന്ന് പറഞ്ഞ ധിക്കാരിയാണ് കേരളത്തിലെ പിണറായി വിജയൻ. പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ആ സ്വഭാവം തന്നെയാണ്. ഏത് കസേരയിരുന്നാലും പഴയതൊന്നും മറക്കുന്നില്ല എന്നുള്ളത് പിണറായി വിജയൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഇന്നൊരു MLA ബോഡി ഷെയ്മിംഗ് നടത്തിയത്. അതിനകത്ത് ആനന്ദം കൊള്ളുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കാത്ത പരിഷ്കൃത സമൂഹത്തിന് അപമാനമായ ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തരംതാണിരിക്കുന്നു, അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാട്ടുകൊള്ളയ്ക്കാണ് CPM-ഉം ദേവസ്വം ബോർഡും നേതൃത്വം നൽകിയതെന്നും ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ റിജിൽ മാക്കുറ്റി പ്രതികരിച്ചു. കാട്ടുകൊള്ളക്കാണ് കേരളത്തിലെ സർക്കാരും ദേവസ്വം വകുപ്പും നേതൃത്വം കൊടുത്തത്. 2019 ഇത് ആവർത്തിച്ചു. അന്ന് ഭരിച്ചത് ഇടതുപക്ഷമാണ്. അത് ദേവസ്വം വകുപ്പ് മന്ത്രിക്കും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പങ്കുണ്ട് എന്ന് മാത്രമല്ല, അന്ന് ഏൽപ്പിച്ച പോറ്റിയെ വീണ്ടും ഏൽപ്പിച്ചതോടുകൂടി ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മന്ത്രിക്കും അതിൽ പങ്കുണ്ട്. അതുകൊണ്ട് CPM ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ കള്ളന്മാർ. അല്ലെങ്കിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പം ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട സ്വർണം വിറ്റതിൻ്റെ പങ്ക് പറ്റിയവർ കേരളത്തിലെ ഭരണത്തിലിരിക്കുന്നവരാണ്. CPM ആണ്. അവർ മറുപടി പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിൽ നേരിടേണ്ടി വരും. അയ്യപ്പ വിശ്വാസികൾ ഈ സർക്കാരിനെതിരായി അതിശക്തമായി മുമ്പോട്ട് പോകും. ആരെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാലും ഭരണത്തിൽ വരാമെന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള പുകമറകളും ഇതോടുകൂടി അവസാനിക്കുകയാണ്.